ബാത്റൂമിലായിരുന്ന ജാല ഓടിപ്പിടിച്ചു വന്ന് മുറിയുടെ വാതിൽ തുറന്നു. വാതിൽ തുറന്നതും പത്മജാലയുടെ കരണം പുകച്ചൊരു അടി കൊടുത്തു. ഒരു നിമിഷം തലകറങ്ങി ജാല നിലത്തേക്ക് വീണുപോയി. അയ്യോ എൻ്റെ പത്മ, നിനക്ക് വട്ടായോ? ശേഖരൻ ഓടിയെത്തി. പിന്നെ എങ്ങനെയാ വട്ടാകാതിരിക്കുക? 2 മണിക്കൂറായി ഈ വാതിലിന് പുറത്തുനിന്ന് ഞാൻ ഇരുന്ന് കൊട്ടുന്നു. ഈ നശിച്ചവൾ അതിനകത്തുണ്ടെങ്കിൽ ഒന്ന് മിണ്ടിക്കൂടെ? വെറുതെ മനുഷ്യനെ തീ തീറ്റിക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം തീ തിന്നാൻ എന്താ ചെറിയമ്മേ ചെയ്തത്? എടി നശിച്ചവളെ, നീയെങ്ങാനും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ കടങ്ങളെല്ലാം ഞങ്ങൾ എങ്ങനെ തീർക്കും? ഹോ, അതാണോ ഇപ്പോൾ ചെറിയമ്മയ്ക്ക് വലിയ കാര്യമല്ലേ? അതെ, കൂടുതൽ കുടുംബത്തിൻ്റെ അടിത്തറ തന്നെയാണ് നിന്റെ ജീവിതത്തെക്കാൾ ഞങ്ങൾക്ക് വലുത്. അതെനിക്കറിയാം. നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടിപ്പോകാൻ എനിക്ക് കഴിയില്ലെന്നും എനിക്കറിയാം. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ജാല പറഞ്ഞു. എന്നാൽ നിന്റെ വിവാഹ വസ്ത്രം? അതും പറഞ്ഞ് പത്മ അവൾക്ക് നേരെ ഒരു സെറ്റ് സാരി എറിഞ്ഞു കൊടുത്തു. അത് അവളുടെ മുഖത്തേക്ക് വന്ന് പതിച്ചപ്പോൾ അവൾ അറിയാതെ അതിനെ കൈകളിൽ ഏറ്റുവാങ്ങി. വേഗം ഒരുങ്ങി വരാൻ നോക്ക്, സമയമില്ല. 9 മണിക്ക് അമ്പലത്തിലെത്തണം. അത് പറയുമ്പോൾ പത്മയുടെ മുഖത്തൊരു വിജയഭാവമുണ്ടായിരുന്നു. എന്താ അമ്മ ഇവിടെ ഒരു ബഹളം? ഇവളിതുവരെ ഒരുങ്ങിയില്ലേ? അങ്ങോട്ടേക്ക് വന്ന് ദീപ്തി ചോദിച്ചു. അതുതന്നെയാ ഇവിടുത്തെ ബഹളം. മണിക്കൂറായി ഞാൻ ഈ വാതിലിൽ തട്ടാൻ തുടങ്ങിയിട്ട്. ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ലല്ലോ. അതെങ്ങനെയാമ്മേ? പണക്കാരൻ്റെ ഭാര്യയാകാൻ പോവുകയല്ലേ, അപ്പോൾ പിന്നെ കുറച്ച് അഹങ്കാരമൊക്കെ ആകാമല്ലോ, ദീപ്ത പരിഹസിച്ചു. അവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ ജാല വാതിൽ ശക്തിയായി അടച്ചു കഴിഞ്ഞിരുന്നു. എടി ഉരുമ്പൊട്ടവളെ, നിന്റെ തള്ള ഉണ്ടാക്കി വെച്ചിട്ട് പോയതല്ലേ ഈ വാതിലും വീടുമൊന്നും. ഇത് നിൽക്കുന്നത് തന്നെ ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണെന്ന് കൂട്ടിയാൽ മതി. അധികം നെകളിച്ചാൽ കൊന്നുകളയും ഞാൻ, പത്മ പുറത്തു നിന്നും ആക്രോശിച്ചു. പോട്ടെ അമ്മേ, ഇന്നും കൂടിയല്ലേ ഉള്ളൂ, ദീപ്ത ശാന്തയാക്കാൻ ശ്രമിച്ചു. ഇന്നാണ് എനിക്ക് സമാധാനമായി ഉറങ്ങാൻ പറ്റുന്ന ദിവസം. ഇത്രയും കാലം ഈ നശുലത്തെ ഈ വീട്ടിൽ താമസിപ്പിച്ച് എൻ്റെ ഉള്ള സമാധാനം പോയിരിക്കുകയായിരുന്നു. ഇവളെ ആ പാണ്ഡ്യയുടെ കൂടെ പറഞ്ഞയച്ചു വേണം സമാധാനത്തിൽ ജീവിക്കാൻ. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ജാല ഒരുങ്ങിയിറങ്ങി. അപ്പോഴേക്കും മുറ്റത്ത് അവർക്ക് പോകാനുള്ള വലിയ കാർ എത്തിയിരുന്നു. പാണ്ഡ്യ നല്ല റിച്ചാണല്ലോ അമ്മേ, കാർ കണ്ടുടനെ ദീപ്ത പറഞ്ഞു. ബമ്പർ സമ്മാനമല്ലേ അടിക്കാൻ പോകുന്നത്, അപ്പോൾ ഇത്രയെങ്കിലും പൊലിമ വേണ്ടേ? പത്മയും ദീപ്തയും അവളെ കളിയാക്കി ചിരിച്ചു. മുറിയിൽ നിന്നും ഇറങ്ങിയതും ഹാളിലെ അമ്മയുടെ ഫോട്ടോയിലേക്ക് ജാല നോക്കി. അമ്മേ, ഞാൻ പോകുവാട്ടോ. നിറമിഴികളോടെ മനസ്സ് കല്ലാക്കിക്കൊണ്ട് ജാല യാത്ര പറഞ്ഞു. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത്, സാർ ഇത് ഏകദേശം 25 ഏക്കറോളം വരുന്നുണ്ട്. ഇതങ്ങ് വെട്ടിത്തെളിച്ചെടുത്താൽ നമ്മുടെ കമ്പനി ഇവിടെ അടിപൊളിയായിട്ട് ഉയർന്നു വരും. നഗരത്തിൽ നിന്നും മാറി ഗ്രാമത്തിൻ്റെ നടുക്ക് നമ്മുടെ ഒരു ബിൽഡിംഗ്, അതായിരുന്നില്ലേ സാറിൻ്റെ സ്വപ്നം? അതിന് പറ്റിയ നല്ലൊരു പ്ലോട്ടാണിത്, അഗ്നിയുടെ PA രവീന്ദ്രൻ പറഞ്ഞു. അഗ്നി അതേ എന്നർത്ഥത്തിൽ തലയാട്ടി. 6 അടിയിലധികം ഉയരമുള്ള അവൻ്റെ വിരിഞ്ഞ നെഞ്ചും ഗാംഭീര്യമുള്ള നിൽപ്പും ആ സ്ഥലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു യോദ്ധാവിനെ പോലെ തോന്നിപ്പിച്ചു. നമുക്ക് എന്തായാലും ഇതൊന്ന് ചുറ്റിപ്പാക്കലാം. നല്ലതാണെങ്കിൽ നാളെ തന്നെ അഡ്വാൻസ് കൊടുത്തേക്കാം, അഗ്നി രവീന്ദ്രനെ നോക്കി പറഞ്ഞു. തീർച്ചയായും, സാറിന് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെടും, സ്ഥലത്തിൻ്റെ മുതലാളിയായ പ്രശാന്തൻ പറഞ്ഞു. അഗ്നി ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് ആ പ്ലോട്ടിലോട് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവൻ്റെ തീക്ഷ്ണമായ കണ്ണുകളിൽ അങ്ങ് ദൂരെയായി ഒരു ഓടിട്ട പഴയ കെട്ടിടമൊടുക്കിയത്. ഡോ, അതെന്താ? അഗ്നി പ്രശാന്തനെ നോക്കി ചോദിച്ചു. പ്രശാന്തൻ രവീന്ദ്രനെ നോക്കിയിട്ട് പറഞ്ഞു. അത് പഴയൊരു അമ്പലമാണ് സാർ. ഇവിടെ ആരും അവിടെ വരാറില്ല, ഉപയോഗവുമില്ല. സാറേ സ്ഥലം വാങ്ങുകയാണെങ്കിൽ അതിടിച്ച് നിരത്തിയേക്കാം. വേറെ എന്തൊക്കെയുണ്ട് ഈ സ്ഥലത്ത്? അഗ്നി പ്രശാന്തനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ല സാർ, ഇനി ഇവിടെ ഒന്നുമില്ല, ഈ അമ്പലം മാത്രമേ ഉള്ളൂ. ഇതൊരുപാട് കാലമായി അടച്ചിട്ടിരിക്കുകയാണ്, ഇപ്പോൾ ആരും ഉപയോഗിക്കാറില്ല. അത് കേട്ടതും അഗ്നി ചുറ്റും നടന്ന് അതെല്ലാം വീക്ഷിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അഗ്നിയും രവീന്ദ്രനും പ്രശാന്തനും അവിടെ നിന്ന് കുറച്ചു മാറി നടന്നു. അപ്പോഴേക്കും ആ അമ്പലത്തിന് മുന്നിൽ 2 കാറുകൾ വന്നു നിന്നു. ഓ എൻ ചെല്ലം, അഴകായർക്ക്, കാറിൽ നിന്നിറങ്ങുന്ന ജാലയെ നോക്കിക്കൊണ്ട് രഘു അണ്ണാച്ചി പറഞ്ഞു. ജാലയ്ക്ക് അയാളുടെ ആ വിളി വല്ലാത്ത അരോചകമായി തോന്നി. അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. ശാന്തിക്കാരാ, വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യും, പെട്ടെന്ന് വിവാഹം നടക്കണം, കറ പിടിച്ച പല്ലുകൾ കാട്ടി ജാലയെ നോക്കി ചിരിച്ചുകൊണ്ട് അണ്ണാച്ചി പറഞ്ഞു. അയാളെ കാണുമ്പോൾ തന്നെ ജാലയ്ക്ക് കാലിനടിയിൽ നിന്ന് ഒരു വിറയൽ തലച്ചോറിലേക്ക് പടർന്നു കയറുന്നത് പോലെ തോന്നി. അവൾ ഇടയ്ക്കിടെ ചുറ്റിലും കണ്ണോടിച്ചു നോക്കി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ഒരു പഴുതുണ്ടായിരുന്നെങ്കിലെന്ന് ആ മനസ്സ് കൊതിച്ചു. ഇതെന്തിനാടി പെണ്ണെ ഈ സഞ്ചിയും തൂക്കിപ്പിടിച്ചു വന്നത്? പത്മ ജാലയെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു. എൻ്റെ അമ്മയുടെ ആകെ ഓർമ്മയല്ലേ ചെറിയമ്മ ഇത്? ഇതെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ കല്യാണത്തിന് കൂടിയതുപോലെ ഉണ്ടാകും. അവൾ ചെറിയമ്മയെ നോക്കി ഒരു നുണ പറഞ്ഞു. സത്യത്തിൽ അവൾ അത് കൊണ്ടുവരാൻ കാരണം മറ്റൊന്നായിരുന്നു, എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം. അങ്ങനെ രക്ഷപ്പെട്ട് കിട്ടുകയാണെങ്കിൽ അമ്മയുടെ സാധനങ്ങളെല്ലാം തൻ്റെ കയ്യിലുണ്ടാകുമല്ലോ എന്നൊരു ആശ്വാസത്തിന് വേണ്ടിയാണ് അവൾ അത് കയ്യിൽ കരുതിയത്.
എല്ലാവരും അമ്പലത്തിനടുത്തേക്ക് നടന്നപ്പോൾ ജാല പതിയെ പിന്നിലായി നടന്നു. അവരെല്ലാം കോവിൽ തുറക്കുന്നത് കാണാൻ കാത്തു നിൽക്കുകയാണ്. ഇതാണ് പറ്റിയ അവസരം. ഓടി രക്ഷപ്പെട്ട് ജാല. അവളുടെ മനസ്സിൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവൾക്ക് തോന്നി. എല്ലാവരും അമ്പലത്തോടടുത്ത നിമിഷം ജാല പതിയെ പിന്നിലേക്ക് മാറി. ഒറ്റ ഓട്ടമായിരുന്നു. അയ്യോ അമ്മേ! ജാല ഓടുന്നേ! ദീപ്ത പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഏയ്! അണ്ണാച്ചിയും മറ്റുള്ളവരും അവൾക്ക് പിന്നാലെ ഓടാൻ തുടങ്ങി. ജാല ജീവനും കൊണ്ട് വേഗത്തിൽ പാഞ്ഞു. ഓടുന്നതിനിടെ അവളുടെ ചെരുപ്പ് പൊട്ടി. അവൾ താഴേക്ക് വീണുപോയി. ആ ചെരുപ്പ് ഊരിയെറിഞ്ഞ് ജാല വീണ്ടും ഓട്ടം തുടർന്നു. പെട്ടെന്ന് അവളുടെ കണ്ണിൽ അങ്ങ് ദൂരെ കുറേ ചാളുകൾ കൂടി നിൽക്കുന്നത് പെട്ടു. ഈ നീതിയുള്ള രക്ഷാമാർഗം അവർക്കിടയിലേക്ക് ഓടിച്ചെല്ലുക. ജാല അവരെ ലക്ഷ്യമാക്കി ഓടി. പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ തന്നെ ഉറ്റുനോക്കുന്നതായി അവൾക്ക് തോന്നി. അഗ്നി സാർ, അങ്ങോട്ടേക്ക് നോക്കൂ! രവീന്ദ്രൻ പറഞ്ഞതും അഗ്നി ജാല ഓടി വരുന്ന ഭാഗത്തേക്ക് നോക്കി. അവൾ അടുത്തേക്ക് വരുന്തോറും അവൾ എന്തിൽ നിന്നോ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയാണ് വരുന്നതെന്ന് അവന് മനസ്സിലായി. അല്പം കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നാലെ ഒരു കൂട്ടം ആളുകൾ ഓടി വരുന്നത് അവൻ കണ്ടു. രക്ഷിക്കണേ! ജാല ഉറക്കെ കരഞ്ഞുകൊണ്ട് അഗ്നിയെ ലക്ഷ്യമാക്കി ഓടിയെടുത്തു. പെട്ടെന്നായിരുന്നു കാലിൽ നിന്ന് എന്തോ ഒന്ന് ശക്തമായി കുത്തിക്കയറുന്നത് അവൾ അറിഞ്ഞു. പൊടുന്നനെ അവൾ നിലത്തേക്ക് വീണുപോയി. അഗ്നി പെട്ടെന്ന് അവൾക്കരികിലേക്ക് ഓടിയെത്തി. നിലത്ത് വീണുപോയി അവളെ അവൻ താങ്ങിയെടുത്തു. രക്ഷിക്കണം, പ്ലീസ്, ദയവ് ചെയ്ത് രക്ഷിക്കണം! അവൾ പിന്നിലേക്ക് ഭയത്തോടെ നോക്കിക്കൊണ്ട് യാചിച്ചു. അഗ്നി മുഖത്ത് മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവൾക്ക് അവൻ്റെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴേക്കും പിന്നാലെ ഓടി വരുന്നവരെല്ലാം അവർക്കരികിലേക്ക് എത്തിയിരുന്നു. എടി, നീ നശിച്ചവളെ! നീ ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുക! പത്മ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ആ ചോദ്യം തീരും മുൻപേ അച്ഛൻ ശേഖരൻ ജാലയുടെ മുഖത്തെ കാഞ്ഞടിച്ചു. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അഗ്നി കോപത്തോടെ തിരക്കി. എൻ്റെ പൊന്നു മോനെ, ഇന്ന് ഇവളുടെ വിവാഹമാണ്. ഓടി രക്ഷപ്പെടാൻ നോക്കുന്നതാണ് ഈ കാണുന്നത്, ശേഖരൻ പറഞ്ഞു. അഗ്നി ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കി. എല്ലാം അത്യാവശ്യം പ്രായമുള്ള മനുഷ്യരാണ്. അവൻ്റെ മനസ്സിലുദിച്ച സംശയം അവൻ ചോദിക്കാതിരുന്നില്ല. ഇതിലെ ആരാണാവോ പയ്യൻ? നാന്താ പയ്യൻ? രഘുവണ്ണാച്ചി മുന്നോട്ട് വന്ന് പറഞ്ഞതും അഗ്നിയുടെ മുഖത്ത് അവജ്ഞത നിറഞ്ഞു. അവൻ രഘുവിനെ നോക്കി. നീയാണോ പയ്യൻ? അഗ്നി വീണ്ടും സംശയത്തോടെ തിരക്കി. ആമാ, നാന്താ പയ്യൻ? അഗ്നി തന്നെ ദയനീയമായി നോക്കി നിൽക്കുന്ന ജാലയെ ഒന്ന് നോക്കി. എവിടെ കൊച്ചെ? തൻ്റെ അച്ഛനും അമ്മയുമൊക്കെ. ഞാനാണ് അവളുടെ അച്ഛൻ. മോൻ അവളെ വിടാൻ നോക്ക്, ശേഖരൻ പറഞ്ഞ്. അഗ്നിക്ക് ശേഖരൻ്റെ വാക്കുകൾ വിശ്വാസമായില്ല. ഇതുതന്നെയാണോ കൊച്ചെ നിന്റെ തന്ത? അഗ്നി സംശയത്തോട് ജാലയോട് ചോദിച്ചു. അതെ, അവൾ ഭയത്തോട് പറഞ്ഞു. അറിഞ്ഞല്ലോ, ഇനി ഇവളെ ഇങ്ങി വിടാൻ നോക്ക്, എന്നിട്ട് മോൻ പൊയ്ക്കോ. അത് പറഞ്ഞ് ശേഖരൻ ജാലയുടെ കയ്യിൽ കയറി പിടിച്ചു വലിച്ചു. ജാല പ്രതീക്ഷയോടെ അഗ്നിയെ നോക്കിക്കൊണ്ട് അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. എന്നാൽ അവൻ ആ കൈകൾ അയച്ച് അവളെ ശേഖരന് വിട്ടു നൽകി. പ്ലീസ്, ദയനീയമായി അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനത് കാണാത്ത ഭാവത്തെ തിരിച്ചു നടന്നു. പെട്ടെന്ന് പത്മ അവളുടെ ഇരു കവിളുകളും മാറി മാറി പ്രഹരിച്ചു. എടി നശിച്ചവളെ! നിന്നോട് ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തിട്ടാടി ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? ചെറിയമ്മ, എനിക്ക് പേടിയാ, അവൾ വിറയ്ക്കുന്ന സ്വരത്തോടെ പറഞ്ഞു. എൻ ചെല്ലം, എതുക്ക് ഭയപ്പെടുക? ഉനക്ക് നാനിറുക്ക്, അണ്ണാച്ചി അവളെ നോക്കി കൊഞ്ചിക്കൊഴഞ്ഞു പറഞ്ഞു. പാവം തോന്നുന്നുണ്ടല്ലേ സാർ, അഗ്നിയുടെ പിയെ രവീന്ദ്രൻ പറഞ്ഞു. ശരിയാ, പാവം കൊച്ച് നല്ലതുപോലെ പേടിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തരുടെ വിധി, അഗ്നി പറഞ്ഞു. ആ അണ്ണാച്ചി ആളത്ര വെടുപ്പല്ല സാർ. നാട്ടിൽ 2-3 കെട്ടിയിട്ടുണ്ട്, കേൾവിയുണ്ട്. ഇവിടെ കേരളത്തിൽ ഇതുപോലെ 3-4 പേരെ അവൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. പലിശയ്ക്ക് പണം വാങ്ങി പലിശ പെരുകി ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാകുമ്പോൾ അവൻ പറയുന്നത് സമ്മതിക്കുകയല്ലാതെ പലർക്കും വഴിയില്ല. അങ്ങനെ പെട്ടുപോയതായിരിക്കും ആ കൊച്ചു. കണ്ടാലറിയാം, ഒരു 21-22 വയസ്സേ കാണും. അവനാണെങ്കിൽ 19 വയസ്സുണ്ട്, രവീന്ദ്രൻ പറഞ്ഞു. അഗ്നിക്ക് അതെല്ലാം കേട്ടപ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ആ കൊച്ചിനെ അടിച്ചൊരു പരുവമാക്കിയ തള്ളയും തന്തി, രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. നമുക്കൊന്ന് അവിടം വരെ പോയാലോ? അഗ്നി ചോദിച്ചത് കേട്ട് രവീന്ദ്രൻ നമ്പരുന്നു. അഗ്നി സാർ, നിങ്ങൾ കാര്യമായിട്ടാണോ പറഞ്ഞത്? അതെ. ഇതുവരെ ഇങ്ങനൊരു പെരുമാറ്റം അഗ്നിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് രവീന്ദ്രൻ നന്നായി അറിയാമായിരുന്നു. സാറിൻ്റെ ഇഷ്ടം പോലെ, രവീന്ദ്രൻ പറഞ്ഞുകൊണ്ട് അഗ്നിക്കരികിലേക്ക് വന്നു. അവർ വിവാഹം നടക്കാൻ പോകുന്ന അമ്പലത്തിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. കൂടെ പ്രശാന്തനും ഉണ്ടായിരുന്നു. ജാല വാടിത്തളർന്നൊരു പുഷ്പം പോലെ നിൽക്കുന്നത് അഗ്നി അങ്ങ് ദൂരെ നിന്നും കണ്ടു. പാവം കൊച്ച്, രവീന്ദ്രൻ പറഞ്ഞു. എന്നാൽ താൻ പോയി കെട്ടിക്കോ, അഗ്നി അവനെ നോക്കി പറഞ്ഞു. അയ്യോ വേണ്ടേ വേണ്ട, വീട്ടിലുണ്ടൊരെണ്ണം, വേണമെങ്കിൽ സാർ നോക്ക്, സാറിന് നല്ല മാച്ചാണ്, രവീന്ദ്രൻ തമാശയായി പറഞ്ഞു. അഗ്നി രവീന്ദ്രനെ ഒന്ന് തറപ്പിച്ചു നോക്കി. രവീന്ദ്രനും അഗ്നിയും പ്രശാന്തനും തങ്ങൾക്കരികിലേക്ക് വരുന്ന ജാല കണ്ടു. ഇത്തവണ അവൾക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ലായിരുന്നു. അഗ്നി അടുത്തേക്ക് വന്നപ്പോഴാണ് അത് കണ്ടത്.
ജാലയുടെ കാല് മുറിഞ്ഞ് ചോര വരുന്നുണ്ടായിരുന്നു. ആ വേദനയിൽ രക്ഷപ്പെടാനുള്ളൊരു ശ്രമം മാത്രമേ അവൾ തിരയുന്നുണ്ടായിരുന്നുള്ളൂ. കൂട്ടർ അടുത്തേക്കെത്തിയതും അവൾ അവർക്കരികിലേക്ക് ഓടിയെത്തി. അവൾ അഗ്നിയുടെ പിന്നിലായി അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. രക്ഷിക്കണം, എങ്ങനെയെങ്കിലും കാല് പിടിക്കാൻ ഞാൻ. അവൾ ഊർന്ന് അവൻ്റെ കാലിലേക്ക് വീണു. അഗ്നി എന്തുകൊണ്ടോ അവളെ കൈവിട്ട് കളയാൻ തോന്നിയില്ല. എങ്ങനെയാണ് ഞാൻ തന്നെ രക്ഷിക്കേണ്ടത്, താൻ പറ, എങ്ങനെയെങ്കിലും. അവൾ കരഞ്ഞുകൊണ്ട് നേരിയ സ്വരത്തിൽ പറഞ്ഞു. എനിക്ക് അതിനൊന്നും ആവില്ല കുട്ടി, ഞാൻ ഇവിടുത്തുകാരനല്ല. അവൻ അവളെ നോക്കി നിസ്സഹായതയോടെ പറഞ്ഞു. എടി, ഇങ്ങോട്ട് പാടി നശിച്ചവളെ, വീണ്ടും രക്ഷപ്പെടാൻ നോക്കുന്നു. പത്മദേഷ്യത്തോടെ അവൾക്കരികിലേക്ക് വന്നു. അവൾ ജാലയുടെ കയ്യിൽ ബലമായി പിടിച്ചു വലിച്ച് അമ്പലനടയിലേക്ക് നടന്നു. ഇടയ്ക്കിടെ ദീപ്ത അഗ്നിയെ നോക്കുന്നുണ്ടായിരുന്നു. എവിടെയോ കണ്ടുപരിചയമുള്ള നല്ല കണ്ണുകൾ. ഈ മാസ്കിന് പിന്നിലുള്ള വ്യക്തി ആരാണ്? അവൾ മനസ്സിലോർത്തു. എന്നാൽ വധുവും വരനും ഇങ്ങോട്ടേക്ക് കയറിയിരുന്നോളൂ, ശാന്തിക്കാരൻ പറഞ്ഞു. താലി ചാർത്താൻ വിസമ്മതിച്ചുകൊണ്ട് ജാല നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഇനി ആരും തന്നെ രക്ഷിക്കാൻ വരില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. രഘു പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. വാ ചെല്ലം, ഇപ്പോൾ സന്തോഷിക്കണ്ടേ? അവൻ അത് പറഞ്ഞ് അവളുടെ കൈ പിടിച്ചു വലിച്ചെങ്കിലും അവളൊന്ന് അനങ്ങിയതുപോലുമില്ല. പെട്ടെന്ന് രഘു അവളെ ബലമായി എടുത്തുയർത്താൻ വേണ്ടി കുനിഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം കണ്ടത് രഘു വായുവിൽ ഉയർന്നു പൊങ്ങി ദൂരേക്ക് തെറിച്ചു വീഴുന്നതായിരുന്നു. എല്ലാവരും ഞെട്ടലോടെ തന്നെ അഗ്നിയെ തന്നെ തറപ്പിച്ചു നോക്കി. അഗ്നി ജാലയെ പിടിച്ച് അവന് പിന്നിലേക്ക് മാറ്റി നിർത്തി. ഒരു നേരിയ പ്രതീക്ഷ ജാലയുടെ കണ്ണുകളിൽ അപ്പോൾ തെളിഞ്ഞു വന്നു. എടാ ചെറുക്ക, എന്ത് പോക്കൃത്തരമാണ് ഈ കാണിക്കുന്നത്? അവളെ വിട്ട് മോൻ്റെ പണി പൊയ്ക്കോ. അതും പറഞ്ഞ് പത്മ ദേഷ്യത്തോടെ അഗ്നിക്കരികിലേക്ക് പാഞ്ഞു വന്നു. പെട്ടെന്ന് അഗ്നിക്ക് പിന്നിൽ നിന്നിരുന്ന രവീന്ദ്രൻ പത്മയ്ക്ക് മുന്നിലേക്ക് വന്നു നിന്നു. മേഡവിനെ ഒരു അടി മുന്നോട്ട് വെച്ചാൽ ഇതിലെ ഓരോ ബുള്ളറ്റും മേഡത്തിൻ്റെ നെഞ്ചും കൂടി തകർത്ത് പുറത്തു പോകും. രവീന്ദ്രൻ കയ്യിലെ തോക്ക് കണ്ടതും പത്മ ഭയത്തോടെ പിന്നോട്ട് മാറി. മോനെ, നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ മോൻ അവളെ ഞങ്ങൾക്ക് തന്നിട്ട് പോകാൻ നോക്കും. ജാലയുടെ അച്ഛൻ ശേഖരൻ അഗ്നിക്ക് മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. പോകാം, അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അഗ്നി പൂജാതാലത്തിലിരുന്ന താലിയെടുത്ത് ജാലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നു. എടാ, അവൾ എൻ്റെ പൊണ്ണടാ. കിട്ടിയ ചവിട്ടിൻ്റെ വേദനയിൽ വയറും തടവി രഘുവണ്ണാച്ചി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആക്രോശിച്ചു.